ഒരാഗ്രഹമായിരുന്നു ബാങ്ക് എംപ്ലോയി ആകുക എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റി, പേരൻസിൻ്റെ ഹാപ്പിനെസ് കാണാൻ പറ്റി, അതെല്ലാം. പിന്നെ ഹസ്ബൻഡാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ കോഴ്സ് എടുത്തു തരുന്നത് എൻട്രി ആപ്പ് സജസ്റ്റ് നമുക്ക് അതിനുള്ള ഇതെല്ലാം ചെയ്തു തന്നത് ഹസ്ബൻഡായിരുന്നു. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞായിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തിപ്പം ഫുള്ളി എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എൻ്റെ പേര് അഞ്ജിത എസ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയാണ് എൻ്റെ സ്ഥലം. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബാങ്ക് എംപ്ലോയി ആവണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ എൻട്രിയിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു ആഗ്രഹം 2 വർഷത്തിനുള്ളിൽ തന്നെ സാധിച്ചെടുക്കാൻ എൻട്രി സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻട്രിയിലെ ഗോൾഡ് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടായിരിക്കും നിൽക്കുന്നത്. നമുക്കിപ്പം ഓരോ വർക്ക് തരികയും നമ്മളത് ചെയ്തിട്ട് അവരത് ഫുള്ള് ചെക്ക് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. വെറുതെ ഓരോ വർക്ക് ചെയ്ത് അങ്ങനെ പോവുകയല്ല. നമുക്കിപ്പം വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും പിന്നീട് ഓരോ ടാസ്ക് ആണെങ്കിലും നമുക്കിന്ന് തന്നിട്ട് അത് ഫുള്ള് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു മെൻറ്റേഴ്സ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ഡീമോട്ടിവേറ്റ് ആയാൽ പോലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കും മെൻറ്റേഴ്സ് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുമായിരുന്നു. അപ്പം നമുക്ക് തന്നെ അത് അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടത്, എങ്ങനെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ സ്വയം അനലൈസ് ചെയ്യാനും ആ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്പീഡാണ്. എത്രത്തോളം സ്പീഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യുകയും കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും. അപ്പം നമ്മളിപ്പം നോർമലി ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സ്പീഡും എൻട്രി ആപ്പ് ഉപയോഗിച്ച് കഴിയുമ്പം അവിടെ കുറേ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്, എങ്ങനെ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ആ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുകയും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുകയും. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞായിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തിപ്പം ഫുള്ളി എല്ലാം കൊണ്ട് ഹാപ്പിയാണ്.